ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ആരാണ്, എന്താണ് അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഉദ്ദേശം, അവരുടെ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ് നമ്മളിന്നിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ പലരും പല സജഷൻസും നമ്മളുടെ റീഡിങ്ങിന് ടോപ്പിക്സ് ആയിട്ട് പറയുന്നത് ഞാൻ കണ്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കൂടുതൽ ആൾക്കാരും സജസ്റ്റ് ചെയ്തത് ഫീലിങ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അതല്ലാതെയും ഒരുപാട് ടോപ്പിക്സ് കണ്ടു. അപ്പോൾ ചിലർ എക്സ്ട്രാ മെരീറ്റുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാത്രം വേണം, ചിലർ സിംഗിൾ പാരൻസിന് വേണ്ടിയിട്ട് മാത്രം, അങ്ങനെ എല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളിവിടെ ഓരോ ടോപ്പിക് എടുത്താണ് ചെയ്യുന്നതെങ്കിൽ കൂടിയും പലപ്പോഴും ഇതിനകത്ത് വരുമ്പോൾ ചിലപ്പോൾ എക്സ്ട്രാ മെരീറ്റുള്ള റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ കയറി വരാറുണ്ട്. അല്ലെങ്കിൽ സിംഗിളായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അതായത് ഇപ്പോൾ ഡിവോഴ്സിയോ അല്ലെങ്കിൽ പാർട്ട്ണർ ഇല്ലാത്ത വ്യക്തികളുടെയോ അങ്ങനെയുള്ള എനർജീസ് നമുക്ക് കയറി വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു ലേബൽ എന്നുള്ളതിൽ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ ഒരു റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ പാർട്ട്ണറുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ഒരു എനർജി ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ഇൻവെർട്ടഡ് കോമയിലിട്ട് ഇന്ന സംഭവം എന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടിയും അതിനകത്ത് വരുന്ന എനർജീസും കാര്യങ്ങളും പലപ്പോഴും പലതും ആയിരിക്കും കയറി വരുന്നത്. ഇന്ന് വരുന്ന ഒരു എനർജി ആവണം എന്നില്ല നാളെ വരുന്നത്, ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എനർജി പോലെയുള്ള ആൾക്കാരുടെ വരാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനും എനർജീസുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു സിംഗിളായിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ മെരീറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കാര്യങ്ങളായിരിക്കാം കേൾക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കേട്ട് തുടങ്ങിക്കഴിയുമ്പോൾ ഇതിനകത്ത് പലപ്പോഴും നമുക്ക് രണ്ടുപേരുടെ എനർജീസ് നല്ല രീതിയിൽ വരാറുണ്ട്. പിന്നെ അപൂർവമായിട്ടുള്ള ചില റീഡിങ്സിലാണ് തീരെ കിട്ടാതിരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതും ജനറൽ റീഡിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കരുത്, അത് വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് മാത്രം ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതായത് അവർക്കൊരു നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവാം. അതുപോലെ തന്നെ ഫിനാൻഷ്യലി അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ നല്ല ജോലിയുള്ളൊരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ കാണാൻ വളരെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആളായിരിക്കാം. അങ്ങനെ നമ്മൾ പൊതുവേ ഒരു പേഴ്സണെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ അവരെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എത്ര ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു തരത്തിൽ എല്ലാം ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും കുടുംബ പശ്ചാത്തലം കൊണ്ടുമൊക്കെ വളരെ മികച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അതിൻ്റേതായിട്ടുള്ള അഹങ്കാരങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ ഞാൻ എല്ലാം ഉള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതിൻ്റെ ഒരു ഫീച്ചേഴ്സും ചിലപ്പോൾ കണ്ടെന്ന് വന്നേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചോയ്സസ് ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയതെന്ന് നമ്മൾ പറയുന്നത് പോലെ ഉള്ളൊരു പേഴ്സൺ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ അവരെ ഫോളോ ചെയ്യാൻ കാണും, ഒരുപാട് ആളുകൾ അവരെ ഇഷ്ടപ്പെടാനായിട്ട് കാണും. അവരുടെ ഒരു ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും അവർ വളരെ എന്താ പറയുക പ്രഷ്യസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളായിരിക്കാം ഈ ഒരു വ്യക്തിയെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് നടുവിൽ ചുറ്റപ്പെട്ട ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെ ഇവർ മറ്റുള്ളവരുടെ മുഖസ്തുതിയിലൊക്കെ പെട്ടെന്ന് വീണ് പോകുന്ന ആൾക്കാരാണ്. അതായത് ചില ആളുകളെ നമ്മൾ എത്രത്തോളം മുഖസ്തുതി പറയുക അല്ലെങ്കിൽ അവരെ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ഒരു സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് അവർക്ക് സ്വയമേ അറിയാം. അപ്പോൾ എന്നെ സ്വതവേ പൊക്കി പറയുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കാണാനുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തികളുണ്ട്. പക്ഷേ ഇവിടെ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരങ്ങനെയൊന്നും നോക്കില്ല. എന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെയാണ് റൈറ്റ്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും മികച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരെനിക്ക് ആ ഒരു അംഗീകാരം തന്നത്, അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ പറയുന്നവരോട് വലിയ താല്പര്യവുമായിരിക്കും. അപ്പോൾ അതുപോലെയുള്ളൊരു പേഴ്സണാണ്. ഒരുപാട് കാര്യങ്ങളും സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആളുകളെ ജഡ്ജ് ചെയ്യാനൊന്നും പെട്ടെന്ന് സാധിച്ചെന്ന് വരില്ല. അതുപോലെ തന്നെ എല്ലാവരോടും ചിലപ്പോൾ നോ പറയേണ്ടടുത്ത് നോ പറയാതെ നിന്ന് വരാം. അതായത് എല്ലാവരെയും ഒന്ന് നമ്മൾ സുഖിപ്പിച്ച് നിർത്തുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പോലെ ഇവരോട് സംസാരിച്ചിരിക്കാനും മറ്റുള്ളവർക്ക് വലിയ താല്പര്യമായിരിക്കാം. കാരണം നല്ലോണം സംഭാഷണ പ്രിയരായിരിക്കും. പെട്ടെന്ന് സംസാരിച്ച ആളുകളെ കയ്യിലെടുക്കാനായിട്ട് സാധിക്കുന്ന ആൾക്കാരാണ്.
അപ്പോൾ ഇവരുടെ ഈ ഒരു നോ പറയാത്തൊരു ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുമ്പോൾ രണ്ട് പേര് തമ്മിൽ ഒരുപാട് ഇഷ്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ചിലപ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ രൂപത്തിലായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ വന്ന് കുറച്ചൊരു ആ ഒരു രീതിയിൽ ഫ്ലോട്ടിങ്ങിൻ്റെ രീതിയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാലും ഇവർ പെട്ടെന്ന് നോ പറഞ്ഞ് കട്ട് ചെയ്ത് പോരില്ല, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം നല്ലതല്ല എന്ന് മനസ്സിലാക്കി പോരില്ല. ഇവരും ചിലപ്പോൾ അവരോട് ആ ഒരു തരത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു എന്ന് വരാം. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളുടെ പാർട്ട്ണർ വളരെ ഫ്രീ ആയിട്ട് വേറൊരാളോട് നിന്ന് ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ലിമിറ്റ് വെക്കുന്നില്ല എന്ന് തോന്നിയേക്കാം. അപ്പോൾ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയുള്ളൊരു ക്യാരക്ടർ ധാരാളം മതി. അപ്പോൾ അങ്ങനെ ഒരു ബൗണ്ടറി ഒന്നും പെട്ടെന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് സെറ്റ് ചെയ്തെന്ന് വരില്ല. അവരെ സുഖിപ്പിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരെ പ്രൈസ് ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു, ആ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ വളരെയധികം ഫ്രീഡം ആഗ്രഹിക്കുന്ന വ്യക്തികളുമാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആയതിൻ്റെ മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ചിലപ്പോൾ ഇവരുടെ ഒരു ഫ്ലോട്ടിങ് രീതിയിലൊക്കെ സംസാരിക്കുന്ന വ്യക്തിയോടും ഇവർ നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ അതിനൊരു ബൗണ്ടറി ഒന്നും വെക്കാത്തത് കൊണ്ട് അവരോടും ഇവർക്കൊരു താല്പര്യമുണ്ട് എന്ന് ചിലപ്പോൾ പുറത്തു നിന്നുള്ള വ്യക്തികൾക്ക് തോന്നിയേക്കാം. കാരണം നമ്മളുടെ ഒരു ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുമ്പോഴാണ് നമുക്ക് വലിയ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർ ഒഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഇവർ നിന്ന് കൊടുക്കാത്തത് കൊണ്ട് എല്ലാവർക്കും ഇവരോടൊരു അട്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പലർക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ അവരോട് ഇഷ്ടമുണ്ട് എന്നൊരു രീതി അവർ മനസ്സിൽ വിചാരിച്ചേക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൂടുതൽ വ്യക്തികളുടെയും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. മാരേജ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ മാരേജ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. ചിലപ്പോൾ ലീഗലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവണം എന്നില്ല, പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്വഭാവം ആ ഒരു തരത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അത്രയധികം ഒരു പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അതൊരു കുട്ടിക്കളി ആയിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കൂടുതൽ ബോൾഡായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അതായത് ഇതിനകത്ത് ചിലപ്പോൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ക്യാരക്ടർ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക, കുട്ടികളെ ശാസിക്കുന്നത് പോലെ ഇവരെ ശാസിച്ച് നിർത്തുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് അഡ്വൈസസ് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ എനർജി തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കയറി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിനകത്ത് ഒരു ടവർ സിറ്റുവേഷൻ വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയും കാര്യമായിട്ടുള്ള ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോയിരുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജീസ് ഇവിടെ വന്നു, രണ്ടുപേരുടെയും ഏകദേശം ക്യാരക്ടേഴ്സ് വന്നു. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരു തകർച്ച വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു തകർച്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ മേ ബി ഈ ഒരു പേഴ്സൻ്റെ ഫാമിലിയിലുള്ള വ്യക്തിയായിരിക്കും. അതായത് അമ്മയൊക്കെ പോലെ കുറച്ച് മുതിർന്ന സ്ത്രീകൾ ആരെങ്കിലും ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള ഏതെങ്കിലും റിലേഷൻഷിപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളോ ആവാം. അപ്പോൾ കൂടുതലായിട്ടും നമ്മളിവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ ഫാമിലിയിലുള്ള വ്യക്തിയാവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ഈ ഒരു തകർച്ചയ്ക്ക് മുൻപാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവാതിരിക്കാനായിട്ട് മറ്റാരുടെയൊക്കെ ഒരു കൈകടത്തൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഒന്നാമത്തെ ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവർക്കുള്ള ആവശ്യക്കാർ വളരെ കൂടുതലാണ്. അവരുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഏത് സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു ടവർ സിറ്റുവേഷന് മുൻപ് തന്നെ ഇതിനകത്ത് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു മറ്റു ചില ആളുകളുടെ ഭാഗത്തു നിന്ന് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇൻ കേസ് ഇനി മാരേജ് ചെയ്യാത്ത വ്യക്തികളുടേതാണ്, അല്ലെങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളാണ്, പക്ഷേ നിങ്ങൾക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കാതിരിക്കാനായിട്ട് നല്ലൊരു പ്രഷർ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു വഴക്ക്, തല്ലുകൂട്ടം, അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെല്ലാം ശേഷമാണ് ഇവിടെ ഈ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അതായത് പെട്ടെന്ന് ഒരു ദിവസം ഡിസ്ട്രക്ഷൻ ഉണ്ടായി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതിന് മുൻപും കുറച്ചധികം ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. മേ ബി നിങ്ങൾ തമ്മിലും ചിലപ്പോൾ പല ഇഷ്യൂസ് വന്നിട്ടുണ്ടാവാം. അതായത് നമ്മളുടെ പാർട്ട്ണറിന് നമ്മളുടെ റിലേഷൻഷിപ്പിൽ മുഴുവനായിട്ട് നമ്മളോട് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പേഴ്സണോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പുറത്ത് നിൽക്കുന്നതെങ്കിൽ അവരും ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. എന്ത് വേണം, എന്ത് സ്വീകരിക്കണം എന്നറിയാതെ ആകെ ഒരു പതറിപ്പോകുന്ന ഒരു എനർജിയിലായിരിക്കും ആ ഒരു വ്യക്തി. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് തന്നെ അവർ സ്റ്റക്കാണ്. അവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. ഇതിനകത്തുള്ള ആ ഒരു ഡിസ്ട്രക്ഷനോട് കൂടി വേണമെങ്കിൽ രണ്ടുപേരും രണ്ടിടത്ത് ആയിപ്പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലുള്ള ബന്ധമായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരതിനകത്ത്
സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിൽക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ്, അല്ലാതെ വലിയ താല്പര്യം ഉണ്ടായിട്ട് നിൽക്കുന്നതല്ല, പേടിച്ചിട്ട് തന്നെ നിൽക്കുന്നതാണ്. പക്ഷേ ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കറണ്ട് എനർജിയാണ് നമുക്കിവിടെ കൂടുതലും വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നേരത്തെ ഒരുപാട് വിഷമിച്ചിരുന്നോ എന്നുള്ളത് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പാത തിരഞ്ഞെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോക്കസ് ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. നോർമലി നമുക്ക് ഇങ്ങനത്തെ കേസസ് കാണുമ്പോൾ നിങ്ങളുടെ എനർജി കൂടുതലും ഡൗൺ ആയിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കയറി വരാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാറുള്ളത്. പക്ഷേ ഇതെന്ത് പറ്റിയെന്ന് അറിയില്ല, വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും അത്രയും ബാധിക്കാത്ത രീതിയിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനം, അത് കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിച്ച് സ്വന്തം കാര്യം അത്രത്തോളം നിങ്ങൾക്കുള്ള ഒരു സെൽഫ് വാല്യൂ കൊടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എനിവേ വളരെ വണ്ടർഫുൾ ഒരു എനർജിയാണ് നിങ്ങളുടേത്. അപ്പോൾ ഈ ഒരു റീഡിങ് ആർക്കൊക്കെ റെസണേറ്റ് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് സാഹചര്യങ്ങൾ ഇപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടേതും. അപ്പോൾ നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത്രയും ബോൾഡായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആരാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ആരാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന് മുൻപും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടാണ് ഈ ഒരു ടവർ വന്നത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയ ശേഷം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഇതിനു മുൻപും ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും തരണം ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ മടുത്തിട്ടുണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കാം ഈ ഒരു ടവർ വന്നിട്ടുണ്ടാവുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സ്ട്രോങ് ആവാൻ സാധിച്ചതെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ഇത് തന്നെ ആവുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുക്കുമല്ലോ. ഇത് തന്നെ എപ്പോഴും അല്ലെങ്കിൽ ഒരു സമാധാനമില്ല, എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിൽക്കുമ്പോൾ വഴക്കും പ്രശ്നങ്ങളും മറ്റാൾക്കാരുടെ ഇടപെടലും ഇതൊക്കെ തന്നെ ആകുമ്പോഴത്തേക്കും ആകെ മതിയായി എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു എനർജിയിൽ പോകാൻ കഴിയുന്നത്. അപ്പോൾ ഒറ്റ വാചകത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്: വരണമെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ വരണ്ട, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കട്ടെ, ഞാനായിട്ട് ഇനി ഒന്നിനുമില്ല, വരുന്ന കാര്യങ്ങൾ മുറ പോലെ വരട്ടെ എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവും, ഇപ്പോൾ ഉള്ള സാഹചര്യത്തിനൊരു മാറ്റം വരും എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കുന്നില്ല. മാറ്റം വരുമ്പോൾ ആക്ഷൻ എടുക്കാം എന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ ആ ഒരു ഫോർച്യൂൺസ് വീൽ വന്നതുപോലെ ഒരു ഗുഡ് ലക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഇവരായിട്ട് നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലാണ് പല കാര്യങ്ങളും മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളതിന് പകരമായിട്ട് അനുകൂലമായിട്ടുള്ള സമയം വരട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, നാളെ നീളെ എന്ന് പറയുന്നത് പോലെ അനുകൂലമായ സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ ഇവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അനുകൂലമായിട്ടുള്ള സമയം വരുമ്പോഴത്തേക്കും ഞാൻ ആക്ഷൻ എടുക്കാം. അപ്പോൾ അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർക്ക് ഭയമുണ്ട്. ഒരു തക്കം കിട്ടുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഇറങ്ങി വരാം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പൊളിച്ചു വരുന്നത് പോലെയാണ്. ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ ഇറങ്ങി വരാം, പക്ഷെ അതിനുള്ളൊരു സമയമാവട്ടെ, ഇപ്പോൾ സമയമായിട്ടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇറങ്ങി നടക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതൊന്നും നടക്കുന്നുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവരെ ഏതെങ്കിലും തരത്തിൽ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചെറിയ രീതിയിലാണെങ്കിലും കോൺടാക്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നു, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ഇവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു ഗഡ്സിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ തീരുമാനം അവരെടുത്തിട്ടുണ്ട്, ആക്ഷൻ എടുക്കാനുള്ള ഒരു ഗഡ്സ് അവർക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചാൻസസ് ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും കിട്ടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു മാനസികമായിട്ട് തന്നെ ഒരുപാട് അകന്ന് നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇത്ര ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും ആ ഒരു പേഴ്സണെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനുള്ള ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനും സ്വന്തം ലൈഫ് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടു നടക്കാനായിട്ടുള്ള ഒരു എനർജിയിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് അനുകൂല സമയവും നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവരിപ്പോഴും നിങ്ങളെ ആ ഒരു എംപ്രസ് ലെവലിലാണ് കാണുന്നത്. അപ്പോൾ ഇത് ജെൻഡർ വൈസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉദ്ദേശിക്കുന്ന ആ ഒരു മീനിങ് എടുത്താൽ മതി, ഇന്നർ മീനിങ് എടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവർ കാണുന്നത്. അതായത് പണ്ട് ഈ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ടവർ സിറ്റുവേഷന് മുൻപ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രയധികം ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടുന്ന അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്, ഇവരെ നല്ലോണം ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ എനർജി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്.
നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലും പഴയതുപോലെ എന്താ പറയുക, ഒരു കുട്ടിയെ പോലെ ഇവരെ കാണാനും അല്ലെങ്കിൽ ഇവർക്ക് ഉപദേശം കൊടുക്കാനും ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം കൊടുത്തതും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വേസ്റ്റായി പോയി എന്ന് തോന്നിയിട്ടുണ്ടാവാം. കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ നല്ലൊരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ടുള്ളൊരു തിരിച്ചറിവ് വന്ന് മാറിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സൺ അത് അറിഞ്ഞിട്ടില്ല. അവർ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ ആ ഒരു പഴയ എന്താ പറയുന്നത് ആ ഒരു എംപ്രസ് ലെവലിൽ തന്നെ നിൽക്കുകയാണ്. സോ അവർക്ക് ഓടി വന്നൊരു വിഷമവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു അഭയം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ പഴയതുപോലെ തന്നെ അവരെ സാന്ത്വനിപ്പിക്കുന്നോ ആ ഒരു രീതിയിലാണ് അവർ കാണുന്നത്. അപ്പോൾ അവർ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെ അവരുടെ ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനും ഇറക്കി വെക്കാനും ഒക്കെയാണ്. അതായത് ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു എനർജി ആയിരിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ഓപ്പണായിട്ട് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ അവരോട് തന്നെ ഇങ്ങനെ അവരുടെ കുറ്റം പറയും, അതും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഓടി വരാനും അവരുടെ പ്രശ്നങ്ങൾ പറയാനും അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ആ ഒരു നെഗറ്റീവായിട്ട് അവരിപ്പോൾ കൊണ്ടു നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ ഓടി വന്ന് ഇതെല്ലാം നിങ്ങളോട് പറയണം. അല്ലെങ്കിൽ നിങ്ങളവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ഒരു മെഡിസിൻ ആയിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരുപാട് തലവേദന എടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും സുഖമില്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഒരാൾ നമ്മളെ പാമ്പർ ചെയ്ത് വളരെയധികം ആശ്വസിപ്പിച്ച് കൊണ്ട് നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു അസുഖങ്ങളെല്ലാം പെട്ടെന്ന് നമ്മുടെ മാറിപ്പോവും. അപ്പോൾ അതുപോലെ ഒരു മരുന്നാണ് നിങ്ങൾ. അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇറക്കി വെക്കാനും അവരെ സാന്ത്വനിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവർക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്, പക്ഷേ അവർ കൂടുതലായിട്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളും ഇതൊക്കെ അർഹിക്കുന്നുണ്ട്. എപ്പോഴും നമ്മളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വൺ സൈഡ് അല്ല. ഒരാൾ മാത്രം എല്ലാം കൊടുക്കുന്നു, ഒരാൾ മാത്രം എല്ലാം ഏറ്റുവാങ്ങുന്നു, ഒരാൾ മാത്രം പ്രശ്നം പരിഹരിക്കുന്നു എന്നുള്ളതല്ല. രണ്ടു പേർക്കും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്രയാണ് ഇവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ്. അവിടെ അവർക്ക് കുറച്ച് ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സമയം തക്കം പാർത്ത് നോക്കിയിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സമയം വരുമ്പോൾ നിങ്ങളിലേക്ക് ഓടി വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, റീകൺസീൽ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവരുടെ പ്രശ്നങ്ങളും ഇത്രയും നാൾ അവർ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ ഓടി വന്ന് നിങ്ങളോട് പറയാൻ. അതായത് ഒരു കുഞ്ഞെങ്ങനെയാണോ അമ്മേനെ കാണുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് ഓടി വന്ന് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു റിലീഫ് കിട്ടും. ആ ഒരു രീതിയിൽ ഓടി വന്ന് നിങ്ങളുടെയൊക്കെ അടുത്ത് എത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ അവർക്ക് അത്രയും ഫ്രീ ആയിട്ട് അവരുടെ എല്ലാ വിഷമതകളും പറഞ്ഞൊന്ന് ആശ്വസിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറൻലി ആക്ഷൻ എടുക്കുന്നില്ല, പക്ഷേ അനുകൂലമായ സമയം വരട്ടെ, അപ്പം ഞാൻ എടുക്കും, അപ്പം ഞാൻ ഇവിടെ നിന്ന് കടന്നു കളയും എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. നിങ്ങളുടെ ഒരു എനർജിയും ഇങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല, അത്രയും ബോൾഡായിട്ട് നിൽക്കുകയാണോ എന്നറിയില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷനായിട്ടും നിങ്ങളുടെ പേഴ്സണൽ എനർജിയായിട്ട് നിങ്ങൾക്ക് മാച്ച് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. ഇപ്പോൾ വരാനായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അവരുടെ ഒരു എനർജി ഇത്തരത്തിലാണുള്ളത്. എന്തായാലും ഇവർ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണെന്നോ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവരൊരു നിസ്സഹായാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേണം, നിങ്ങളാണ് അവരുടെ ഒരു മെഡിസിൻ. ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മെച്ചം കിട്ടുന്നത് ആ ഒരു വ്യക്തിക്ക് തന്നെയാണ്. കാരണം എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതേസമയം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഓർത്ത് കൂടുതൽ ടെൻഷൻ അടിക്കാനായിരിക്കാം നിങ്ങളുടെ സമയം ചിലവായിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ ആ ഒരു ടവർ സിറ്റുവേഷനെല്ലാം മാറി വീണ്ടും റീകൺസീൽ ആയിക്കഴിഞ്ഞാൽ കൂടിയും ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെയാണ്. കാരണം അവർ ആ ഒരു ഫീലിങ്ങിലാണ് നിങ്ങളെ കാണുന്നതും അപ്രോച്ച് ചെയ്യുന്നതും കൂടുതലായിട്ടും അവരുടെ ഒരു കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.